കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ബഹുമാനായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള മുഖാമുഖം പരിപാടിയും ഒപ്പം എൻ്റെ കേരളം പദ്ധതി പ്രദർശനം വിപണനവും ഉൾപ്പെടെ വാർഷികാഘോഷ പരിപാടികളുടെ ഒട്ടേറെ ശ്രദ്ധാപൂർവമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് ഓരോ വർഷവും എന്ത് കാര്യങ്ങൾ നടത്തി എന്ന കാര്യം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ശൈലി മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലത്തെയും ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന കാര്യം ഓരോ വർഷം കഴിയുമ്പോഴും കൃത്യമായി അധ്യാപകർ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കൊടുക്കുന്നത് പോലെ ഇവിടെ ഗവൺമെൻറ് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, എന്ത് കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഓരോ വർഷങ്ങളിലും ബഹുമാനായ മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഒരു നാടിൻ്റെ പരിച്ഛേദവുമായി ആശയവിനിമയം നടത്തി സംവാദങ്ങളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശനങ്ങളും സ്വാഗതം ചെയ്ത് കേൾക്കുന്ന നല്ല കാര്യങ്ങൾ ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ ഓർമ്മയിൽ കേരളത്തിൽ ഇതല്ലാതെ മറ്റൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. ഇത് ആർക്കും നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോവുക? അത് കൃത്യമായി ജനങ്ങളിൽ പഠിച്ചും ജനങ്ങളെ പഠിപ്പിച്ചും മുന്നോട്ട് പോകുന്നൊരു ശൈലി ഇവിടെ ആവിഷ്കരിക്കും. തങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ളത് അക്കമിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് വരിക. അതിലെല്ലാ കാര്യങ്ങളുമുണ്ട്. അത് കൃത്യമായി വിശകലനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് ഈ മുഖാമുഖം പരിപാടി. ഇതിനോടകം തന്നെ കാസർഗോഡും വയനാടും പത്തനംതിട്ടയിലും ഇടുക്കിയിലും കഴിഞ്ഞാണ് ഇന്ന് അക്ഷരനഗരിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദരണീയനായ മുഖ്യമന്ത്രിക്ക് അക്ഷരനഗരിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. മുമ്പും ഇവിടെ വന്ന് നവകേരള സദസ്സിലും അതിനു മുമ്പും പല ഘട്ടങ്ങളിലും ജനങ്ങളോട് സംവദിക്കുന്ന ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒട്ടനവധി ക്രിയാത്മക നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്ന രംഗത്തും ശ്രദ്ധാപൂർവം ബഹുമാനായ മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾ പറയും. ഈ ജില്ലയിൽ ഈ കാലയിലുണ്ടായിട്ടുള്ള വലിയ അഭൂതപൂർവമായ വികസനത്തിൻ്റെ ഉള്ളടക്കം, വികസനത്തിൻ്റെ രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഉള്ളടക്കം നമ്മൾ സമീപകാലത്ത് പ്രതിപാദിക്കുകയുണ്ടായി. തുടർന്നും ആ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ് എല്ലായ്പ്പോഴും വലിയ രൂപത്തിലുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാനുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതോടൊപ്പം തന്നെ അതിന് മറുപടി പറയുകയും അതോടൊപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആമുഖ പ്രഭാഷണവുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.